ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ പെട്ടിയും പാസ്പോർട്ടൊക്കെ കെട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ സംഭവം കണ്ടപ്പോൾ എന്താണെന്ന് അറിയാതെ പ്രേക്ഷകരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സംഭവമാവും. അപ്പം എന്തായാലും പോവുകയാണ്. ഇനി കുറച്ച് കാലത്തിനൊന്നും നാട്ടിലില്ല അല്ലേ. അപ്പം എന്തായാലും എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു തരാം. ഒരുപാട് നാളത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം എന്നുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അതിന് നല്ലൊരു സമയം സന്ദർഭമൊക്കെ നമുക്ക് അനുകൂലിച്ചു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളോട് പ്രേക്ഷകരോട് പറയാമെന്നും വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം. കാരണം 25-ാം തീയതി ഇവിടുന്ന് പോവുകയാണ്. 25-ാം തീയതി കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർക്കൊന്നും വലിയൊരു താല്പര്യമല്ല പോക്ക് അല്ലേ. എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഇവിടെ ഇത്രയും നല്ലൊരു സ്ഥലത്തേക്ക് പോകണ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുമോ? അതെന്തുകൊണ്ട് ഇജ്ജ് വരാതെ? അപ്പോൾ എന്തായാലും ഗൈസ് എവിടേക്കാണ് പോകണമെന്നുള്ളത് നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കാം അല്ലേ. മാം, നമ്മൾ എവിടേക്കാ പോകുന്നത്? പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലത്തേക്ക് നിങ്ങളില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവുക നമ്മൾ ഉംറക്കാണോ എന്നാണ്. ഇൻഷാ അല്ലാഹ് ഉംറക്ക് നമ്മൾ പോവും അല്ലേ. അതിന് ഉമ്മാക്ക് പാസ്പോർട്ട് കിട്ടണം. അപ്പൊ ഉമ്മാക്ക് പാസ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 24-ാം തീയതി നമ്മൾ മലപ്പുറത്ത് പാസ്പോർട്ടിന് ഉമ്മാക്കും നമ്മുടെ തുമ്പിക്കൊക്കെ പാസ്പോർട്ട് എടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ, പാസ്പോർട്ടല്ല, നമുക്ക് അതിന്റെ ഇതിന് വിളിച്ചിട്ടുണ്ട്. ഏതിന്? ശരിക്കും നമുക്ക് തൃശ്ശൂരാണ് പോക്ക്. ഞാനത് മലപ്പുറത്തേക്ക് ആക്കിയതാണ്. എന്തായാലും 24-ാം തീയതി നമ്മൾ മലപ്പുറത്ത് ഉമ്മാക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോകും. 25-ാം തീയതി ഞാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ സിനു ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവും കുട്ടിയില്ല. ഉമ്മ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയില്ല. പിന്നെ ആരാണ് എൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സുപരിചിതരായ നമ്മുടെ വീടിൻ്റെ ഇത്രയും നല്ല ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് എല്ലാം നല്ല സെറ്റ് ചെയ്ത് തന്ന നമ്മുടെ ലാവിറ്റോ അക്ബർക്കയും, അതുപോലെ തന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. അതാരാ വേറൊരാളും കൂടി നമ്മളൊപ്പം വരുന്നുണ്ട്. അതാരാ? യെസ്, അങ്ങനെ ചക്കരയുടെ പുതിയാപ്പിള നിജാസും നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഫ്ലൈറ്റിൽ പോവാണ്. ഫ്ലൈറ്റിൽ പിന്നെ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറണമെന്ന്. പിന്നെ ആഗ്രഹമൊക്കെ 1, 2, 3, 4, 5 വട്ടമായിട്ട് ഞാൻ ഒരുപാട് ഫ്ലൈറ്റിൽ കയറിയിരിക്കണം കേട്ടോ. അതൊക്കെ അങ്ങനെ നടന്നു. പക്ഷെ വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, എല്ലാവരും പോകുമ്പോഴും ആ ഒരു സ്ഥലം. ഞാൻ കാശ്മീർ പോയില്ലേ, ഫ്ലൈറ്റിലല്ലേ പോയത്. കാശ്മീരിക്കൊക്കെ ഷിയാബിന്റെ അടുത്തേക്കൊക്കെ. പിന്നെ ദുബായ് പോയില്ലേ. എന്തൊക്കെ പോയി ഉമ്മ അങ്ങനെ അറിയാനായിട്ടാണ്. അപ്പം എന്തായാലും ഉമ്മ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നുണ്ട്. അത് കുറച്ച് ചെയ്യും, അതിൻ്റെ സമയം അടുക്കട്ടെ അല്ലേ. അതിൻ്റെ സമയം മാത്രമല്ല, നമ്മുടെ ബാധ്യതകളും എല്ലാം ഒന്ന് ക്ലിയർ ആയതിനു ശേഷം നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നതാണ്. അത് 3 ആൾ ഒരുമിച്ച് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനെ ഏതെങ്കിലും ട്രൂപ്പിൻ്റെ ഒപ്പം വിടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഉമ്മാക്ക് നമ്മളെല്ലാവരും കൂടെ ഒപ്പം പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ചിലപ്പോൾ അറിയാനിട്ടാവാം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. ട്രൂപ്പിൻ്റെ ഒപ്പം പോയാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും ഞാൻ സസ്പെൻസ് പറ്റിക്കുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നമ്മൾ എങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആഗ്രഹം ലക്ഷദ്വീപിലേക്ക് എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് പോകണം എന്നായിരുന്നു. അതെല്ലാവരെയും കൂട്ടിയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ വേറൊരു ആവശ്യത്തിനാണ്. ഒരു 3-4 ദിവസം നമ്മൾ ലക്ഷദ്വീപിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ലക്ഷദ്വീപിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും 25-ാം തീയതി നമ്മൾ കയറി കഴിഞ്ഞാൽ എന്താണ് കരവത്തിയിലേക്ക് എന്തോ ആണ് വരുന്നത്. അവിടെ 2-3 സ്പോട്ടുണ്ട്. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ കൂടെ നമ്മളെ അക്ബർക്കും അതുപോലെ നിജാസും ഉണ്ട്. നിജാസ് നമുക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത്. കൊച്ചിയിൽ നിന്ന് 11 മണിക്കൂറെന്തോ ആണ് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ലക്ഷദ്വീപ് എത്തുന്ന തോന്നുന്നത്. അവിടെ ഒരുപാട് പ്രോട്ടോക്കോളുള്ള സ്ഥലമാവുകൊണ്ട് ഇവർക്കൊന്നും പെർമിറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അതായത് സിനൂനും ഉമ്മാക്കൊന്നും പെർമിറ്റ് കിട്ടിയിട്ടില്ല. പെർമിറ്റ് എടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ അക്ബർ ഖാൻ്റെ ഒരാവശ്യത്തിനാണ്, അതൊരു ബിസിനസ്സിൻ്റെ ഒരു ആവശ്യത്തിനാണ് നമ്മളെയും കൂടി അങ്ങോട്ട് പോകുന്നത്.
ഓക്കെ, ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം, ലക്ഷദ്വീപിലെത്തിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിൽ ഉള്ളവർ ജസ്റ്റ് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ലക്ഷദ്വീപുകാരാണ്, കാരണം നമുക്കറിയാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൾക്ക് ഇതൊന്നും പങ്കെടു പറ്റുന്നില്ല ഗായ്സ്. എന്താണെന്ന് പറ്റുണ്ടോ ഇല്ല പറഞ്ഞ് ഞാൻ ഇല്ലാങ്കിൽ നിങ്ങളും പോകരുതെന്ന്. ഞാൻ ആട്ടണോ? നിങ്ങൾക്ക് എരിച്ചു പോയി ആട്ടുക. ഞാൻ ലക്ഷദ്വീപ് പോകാന്ന് പറഞ്ഞിട്ട് തെറ്റി നടക്കും ഒരാൾ വേറെ എന്തൊക്കെയോ പറയുക. അതിന് ഞാൻ ലക്ഷദ്വീപ് പോകണതിന് എനിക്ക് സന്തോഷിക്കല്ലേ വേണ്ടേ? അനക്കും ആഗ്രഹമുള്ള സ്ഥലം ലക്ഷദ്വീപ് പറഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ടുപോകില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. ലക്ഷദ്വീപൊക്കെ പോകുന്നതിന് ഒരാൾ വിറച്ച് നിൽക്കുന്നുണ്ട്. ഉണ്ടോ? നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയാലും എത്ര ദിവസം കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എന്ത് നിങ്ങൾ എപ്പോഴാ വരിക? ഇല്ല അത് തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും ലക്ഷദ്വീപ്ക്ക് സിനുവിനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെർമിറ്റും കാര്യം അങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും കയറി പോകണമാതിരി അവിടെ കയറി പോകാൻ പറ്റൂല. അവിടെ ഭയങ്കര പ്രോട്ടോക്കോളാണ്. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് ഇവർക്കൊക്കെ ഉള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വകുപ്പൊക്കെ നോക്കി ഞങ്ങൾ വേറൊരു ദിവസം ഫാമിലി ആയിട്ട് പോകും അല്ലേ? ഈ ഒരു പ്രാവശ്യം നമ്മളെന്തായാലും പോയി വരാം. എന്തായാലും ഒരുപാട് ആഗ്രഹമുണ്ട് ഗൈസ്, ലക്ഷദ്വീപ് കാണാൻ നടത്തട്ടെ. കാരണം അവിടുത്തെ ആളുകളുടെ സ്നേഹവും അവിടുത്തെ ആളുകളുടെ ഭക്ഷണവും ഒക്കെ പറയണ കേൾക്കാം അടിപൊളിയാണെന്ന്. ലക്ഷദ്വീപിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കുട്ടി ലക്ഷദ്വീപിക്ക് വരണോ? ഉണ്ടോ? ലക്ഷദ്വീപൊക്കെ ഉണ്ടോ? അമ്പടെ തുമ്പടെ കൊമ്പടേ എന്നാ പോരി. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നീം കുട്ടിനെയും എവിടെ ആക്കും? അൻ്റോടാക്കും. നിങ്ങൾ കുറച്ച് ദിവസം അവിടെ ഒന്നോളി, 5 ദിവസം. ഉമ്മാനെ ഞാൻ തറവാട്ടിലും ആക്കും. ഉമ്മാക്ക് സോഫിലോർക്ക് പോകണമെന്ന് പറഞ്ഞാൽ പക്ഷെ ഉമ്മാനെ കൂടെ ഒറ്റയ്ക്ക് വിടാനെന്ത് ഒരു ഇത് പറ്റുന്നില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25-ാം തീയതി ഞാൻ പോകും, 24-ാം തീയതി നമ്മൾ ഫ്ലൈറ്റ് അല്ല പാസ്പോർട്ട് എടുക്കാൻ പോകും. ഇന്നിപ്പോൾ 20-ാം തീയതി അല്ലേ? ഇന്ന് 20-21 ഇന്ന് 20-ാം തീയതിയാണ്. അപ്പോൾ നാളെ മറ്റന്നായിട്ട് ഞാൻ കൊച്ചി പോകും. അപ്പോൾ കുറേ തിരക്ക് പിടിച്ച ദിവസങ്ങളാവുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാം നടക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 2 ദിവസം മുന്നേ അറിയിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപ് നമ്മൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് PM-ലോ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് മെസ്സേജ് ആക്കണേ. നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടുന്ന് കണ്ടുമുട്ടാം. ഒരുപാട് പേര് നമ്മൾ വിളക്ക് വിളിക്കുമ്പോൾ ലക്ഷദ്വീപ് എന്നാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവരൊന്നും കോൺടാക്റ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് കണ്ടുമുട്ടാം അല്ലേ? ഞങ്ങൾക്ക് ഉമ്മാൻ്റെ ഒപ്പീനിയനും കൂടി ചോദിച്ചു നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് ലക്ഷദ്വീപ് കാണണമെന്നുണ്ടോ? മക്ക മദീനയൊക്കെ നമുക്ക് കാണാം. അതിന് ആദ്യം പാസ്പോർട്ട് ഇട്ടിട്ട് റേഷൻ കാർഡ് കൊണ്ട് ഇപ്പോൾ അവിടെ പോകാൻ പറ്റില്ലല്ലോ. അതിന് ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കപ്പലിലൊക്കെ പോവാ ലക്ഷദ്വീപ്. വള്ളത്തുകടല്ല, അതെന്തേ? നിങ്ങളെ ഗ്രൂപ്പിൽ വിടട്ടെ. എന്ന് പൈസ ഉണ്ടാവണോ അന്ന് 3 ആൾക്കും ഒപ്പം പോകാം. ഗ്രൂപ്പിൽ പോകണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പേടിയൊന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാല് അറിയോ അതൊക്കെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഒരു 15 ദിവസം നോക്കാം. പോകാൻ പറ്റില്ല ഗ്രൂപ്പ് പോകാം. അപ്പൊ എന്തായാലും ഉമ്മാക്കൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉമ്മാനും വാപ്പാനും ഒരുമിച്ച് വിടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരാഗ്രഹം പോയി അല്ലേ? ഞാൻ എന്തായാലും ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി അവിടെ പോയിട്ട് തീർക്കാന്ന് പറയുന്നു ഉമ്മ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. ബാക്കിങ് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉമ്മാക്കുള്ള പാസ്പോർട്ട് അവിടെ 24-ാം തീയതി ഇൻഷാ അല്ലാഹ് ഉമ്മാക്കും കുട്ടിക്കും ഉള്ളതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ള പ്ലാനിലാണ് എല്ലാവർക്കും ഒരുമിച്ച് എടുക്കുന്നത്. പിന്നെ ഓൾറെഡി എനിക്കും സിനുവിനും പാസ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ലക്ഷദ്വീപിലെത്തിയിട്ട് കാണാം. എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട. ലക്ഷദ്വീപിലുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ വീട്ടിക്ക് ഓളെ വീട്ടിക്ക് സ്ഥലത്തേക്ക് പോണോ? അപ്പൊ പിന്നെ നോമ്പായി. നോമ്പിന് നിങ്ങളവിടെ പോവാ? ഇവിടെ ഒരു പേര് അങ്ങനെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് നോമ്പിനോ അല്ലെങ്കിൽ നോമ്പിനൊക്കെ പോവാം. 2 ദിവസം നോമ്പ് അവിടത്തെയും കൂടാ. തമിഴ്നാട് നോമ്പൊക്കെ തുറക്കാം നമുക്ക്. നോമ്പുറക്ക് പോയിട്ട് എഡിറ്റിങ്ങിന് പറ്റിയല്ലേ?
അതായത് ഇവിടുന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ട്രാവൽ ചെയ്തപ്പോ ഏതൊരു കൊല്ലം മുന്തിരി ഇന്നലെ വീഡിയോയിൽ പെട്ടുപോയി. അപ്പൊ ആൾക്കാർ വേണ്ട എന്താ നോമ്പ് കാലത്ത് മുന്തിരി ഇങ്ങനെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ അത്രയും ദൂരെ യാത്ര ചെയ്ത് 5 മണിക്കൂർ 6 മണിക്കൂർ യാത്ര ചെയ്തപ്പോ മുമ്പ് കൊയങ്ങിയതാണ്. അപ്പൊ വീഡിയോ എടുത്തതിൽ ഇന്ത്യയിൽ മിസ്റ്റേക്ക് പറ്റാൻ. എന്തായാലും അത് കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ എന്നാലും ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.